മലയാളിയാണെന്ന് എല്ലാവർക്കും സംശയം. ഞാൻ മലയാളിയാണ്. എല്ലാവരും എൻ്റെ അടുത്ത് എന്താ പറയുക, ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഉത്തരം വരികയാണ്. അടിപൊളിയായിട്ട് മലയാളം കൊച്ചിക്കാരി. ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ്. പക്ഷേ കൊച്ചിക്കാരി തന്നെ. അച്ഛനമ്മ വീട്ടിൽ അച്ഛനമ്മ, എനിക്കൊരു ചേട്ടനുണ്ട്. സോ അതാണ്, എൻ്റെ ചേട്ടൻ ഡോക്ടറാണ്. ഞങ്ങൾ 4. ഞാൻ എഞ്ചിനീയറാണ്. ആയിരുന്നു എഞ്ചിനീയറിംഗ്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ചെറുതോട്ടാണ് എനിക്ക് ഇങ്ങനെ കലാപരിപാടികൾ 3 വയസ്സ് തൊട്ട് ആൽബിൻ ക്ലാസിക്കൽ ഡാൻസറാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റേജ് തിയേറ്റർ ചെയ്യാൻ, ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ. എനിക്ക് അങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ ഇങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ പതുക്കെ മനസ്സിലായപ്പോൾ ഐ ലൈക്ക് ആക്ടിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. സോ അതിനുശേഷം കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് ഞാനിങ്ങനെ കുറേ പടങ്ങൾക്ക് ഓഡിഷനൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കരിയർ ഉണ്ടായത്. വീട്ടിൽ കണ്ടു. അമ്മയ്ക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എന്നെ ഇഷ്ടമായി. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ പെർഫോമൻസും എൻ്റെ ക്യാരക്ടറൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. അമ്മൂക്ക് എങ്ങനെയുണ്ടെന്ന് God, he's just brilliant. He's just brilliant. He's super stylish as a person, and പടത്തിലും if you see like he's so stylish. അത് ഉള്ളിൻ്റെ നാച്ചുറലാണ്. അവർക്ക് it's a natural thing for him. He's naturally a stylish man. നമുക്ക് ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ? ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നമുക്ക്. പ്രസ് മീറ്റിലെ കാരണം എല്ലാ പ്രസ് മീറ്റുകളിലും ഭയങ്കര ആക്റ്റീവായിട്ട് അതെ നമുക്കൊരു എനർജി മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ എം ഷുവർ he loved the film and he's giving us love. നെക്സ്റ്റ് മൂവി അതിൽ കമ്മിറ്റഡ് ആയോ? മലയാളത്തിൽ കമ്മിറ്റ് ആയിട്ടില്ല. പക്ഷേ ഐ എം ഡൂയിങ് എ കപ്പിൾ ഓഫ് തെലുഗു ഫിലിംസ്. സോ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ കമ്മിറ്റ് ചെയ്തു. കൊച്ചി അമ്മ ചേന്നമംഗലം, അച്ഛൻ ഫോർട്ട് കൊച്ചി, നോർത്ത് കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ ഇല്ല. അതാണ്. സോ മോസ്റ്റ്ലി ഇപ്പോൾ ചേന്നമംഗലത്തിലാണ് ഞങ്ങൾ ഫ്രീക്വൻലി ട്രാവൽ അവിടെ. സോ ഫംഗ്ഷനോ പൂജയോ എന്തായാലും ഞങ്ങൾ ചേന്നമംഗലത്തിൽ. പിന്നെ കടവന്തരയിൽ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഫുൾ ട്രാവലിംഗ്. I feel like സോ എന്താ പറയാനുള്ള വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടുക. ആൻഡ് ഐ ബി സോ ഹാപ്പി. സംസാരിക്കണം. ഓക്കെ, എന്നെ ഇഷ്ടപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടണം. ആൻഡ് പ്ലീസ് ഗിവ് മീ ദ ലവ്, പ്ലീസ് ഗിവ് മീ ദ സപ്പോർട്ട്. ആൻഡ് ഞാൻ എന്ത് പടം ചെയ്താലും എനിക്ക് സ്നേഹം തന്നാൽ മതി. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓൺലി ലവ്. അത് കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഉണ്ടോ? അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ചെറുതായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ഉണ്ടോ? എന്തോ ആരും പറഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് ഇതിനെ പറ്റിയിട്ട്. ആരും പറഞ്ഞില്ല. ഗുഡ് ന്യൂസ് അല്ലേ? ഗുഡ് ന്യൂസ് അല്ലേ? അത് ഹാപ്പി ആണെന്നല്ല. ഐ മീൻ എല്ലാവർക്കും അവരൊരു യുണീക്ക് ആവണമെന്നല്ലേ ആഗ്രഹം. പിന്നെ നിങ്ങൾ ഐശ്വര്യ മേനനായിട്ട് ഒരാളെ പോലെ വേണം അല്ല വേണ്ടെന്നാണോ? അതേപോലെ വേണ്ടെന്നല്ല. നിങ്ങൾക്ക് ഒരാൾ എന്താ പറയുക, ഇഫ് യു ലൈക്ക് മീ ലൈക്ക് ദാറ്റ് ദെൻ ഐ എം ഹാപ്പി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണോ? അത്രേ ഉള്ളൂ. എനിക്ക് ആസ് എ പേഴ്സൺ, ഫോർ മീ, ഐ ലൈക്ക് ടു ബി യുണീക്ക്. എൻ്റെ നിങ്ങൾ യുനോ ഐ ലൈക്ക് ടു ബി സെപ്പറേറ്റ്, യുണീക്ക്. അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഐ തിങ്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാപ്പി ആവണം. ഇല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഐ തിങ്ക് ഹാപ്പി ആവണം. ഇത് കുറേ എന്താ പറയുക, ഇറ്റ്സ് ലോട്ട് ഓഫ് വർക്ക്. ഐ തിങ്ക് യു ഷുഡ് ബി ഹാപ്പി ഫ്രം ഇൻസൈഡ്. ഓൺലി ദെൻ ഇറ്റ് വിൽ ഷോ. നമ്മൾ എന്ത് തന്നെ നല്ലോണം ഒരുങ്ങിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമ്മൾ ഡല്ലായി പോകും. സോ ഐ തിങ്ക് യു ഷുഡ് ബി ഹാപ്പി. ഹാപ്പിനെസ് ഇസ് എ സീക്രറ്റ്. ഭയങ്കര ഒത്തിരി ഹാർഡാണ്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. സോ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐ ട്രൈ ടു ഈറ്റ് ഹെൽത്തി. ഇപ്പോൾ ഹെൽത്തിയർ ഓപ്ഷൻസ് ആയിട്ടാണ് എനിക്ക് ആഗ്രഹമുണ്ട്. നല്ലൊരു പിസ്സ, ബർഗറൊക്കെ കഴിക്കണം, പാസ്തയൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഈറ്റ് ദാറ്റ്. ഐ ഡോണ്ട് ഇൻഡൽജ് ഇൻ ദാറ്റ്. ഐ ട്രൈ ടു ഗോ ഫോർ ദ ഹെൽത്തി ഓപ്ഷൻ.
ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഐ ട്രൈ. ഫേവറേറ്റ് എപ്പോഴെങ്കിലും ഐ ഇൻഡൽസ് ജങ്ക് ഫുഡിലൊക്കെ എപ്പോഴെങ്കിലും. ഫേവറേറ്റ് ജങ്ക് ഫുഡ്സ് ആണല്ലേ? അങ്ങനെ അല്ല, ഇപ്പം ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ ഹെൽത്തി ഫുഡും ഇഷ്ടമാണ്. ലൈക്ക് എൻ്റെ ടേസ്റ്റ് ബട്ട് ഞാൻ തന്നെ അങ്ങോട്ട് മാറ്റി, വേറെ വഴിയില്ല. ജങ്ക് ഫുഡ് എപ്പോഴെങ്കിലും അത് കഴിച്ചാൽ പിന്നെ ഒരു ഗിൽട്ട് വരും. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ തന്നെയാണ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?